ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് 574 ഇന്ന് 574 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം: ഫലപ്രദമായ വേദ വ്യാഖ്യാനം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടോ? ഫലപ്രദമായ വേദവ്യാഖ്യാനം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടോ? ബൈബിൾ വായനയും വ്യാഖ്യാനവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രാരംഭകാലം മുതൽ തന്നെ ബൈബിളിൽ കാലികമായി വ്യാഖ്യാനിച്ചിരുന്നു. 1200 വർഷങ്ങൾ കൊണ്ട് രൂപീകൃതമായ ബൈബിൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാഥമിക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബിബ്ലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത്. ബിബ്ലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും. ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ. ദൈവ വെളിപ്പാടിൻ്റെ വചനവും രേഖയുമാണിതിൽ പ്രതിപാദിക്കുന്നത്. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഇടപെടലുകളും അന്വേഷണങ്ങളും ബൈബിളിൽ പ്രതിഫലിക്കുന്നു. ദൈവീക വെളിപ്പാട് ഇതിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ വചനത്തിലൂടെ പ്രവഹിക്കുന്നു. വചനം ദൈവമാകുന്നു എന്നാണ് ബൈബിളിൽ വ്യക്തമാക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അനാദിയായ ദൈവവചനം ഹൃദയത്തിൽ സംഹരിച്ച് ജീവിതം അർത്ഥപൂർണമാക്കുന്ന ഉത്തരവാദിത്വമാണ് ക്രിസ്തീയ വിശ്വാസികൾക്കുള്ളത്. ദൈവവചനം ജീവന്റേതാണ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11:43 പറയുന്നുണ്ട്. ദൈവവചനത്തിൽ മനുഷ്യ സമൂഹത്തെ പരിവർത്തനം ചെയ്യിക്കുവാൻ കഴിയും. ദൈവാത്മാവ് ശക്തമായി പ്രവഹിക്കണമെന്ന് മാത്രം. ദൈവവചനം നിമിത്തം ചൈതന്യവും ഉള്ളതാണ്. ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളത് ആണ്. ദൈവവചനം പ്രായോഗികമാക്കുമ്പോൾ വിശ്വാസികൾക്ക് അനുഗ്രഹവും കണ്ണുനീരും അനുതാപവും ആത്മീയ സമൃദ്ധിയും ലഭിക്കും. വചനം വർത്തമാന പരിസരത്തിൽ വ്യാഖ്യാനിച്ച് സാമൂഹിക പ്രശ്നങ്ങളോട് സംവേദിക്കുവാൻ കഴിയണം. ബൈബിളിലെ ആദ്യകാല പുസ്തകങ്ങൾ പിൽക്കാല രചനയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. യിരെമ്യാവ് 25:11, 12, 29:10. യിരെമ്യാവിന്റെ പ്രവചനങ്ങളെ ദാനിയേൽ പ്രവാചകൻ വ്യാഖ്യാനിക്കുന്നു. ദാനിയേൽ 9:2. പഴയ നിയമ പുസ്തകങ്ങൾക്ക് യേശുക്രിസ്തു പുനർവായന നൽകി. വേദവ്യാഖ്യാനത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പാഠവും വ്യാഖ്യാനത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പണ്ട് തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് 12-ാം വയസ്സിൽ തന്നെ യേശു അത് തെളിയിച്ച് കാണിക്കുകയും ചെയ്തുവെന്ന് ലൂക്കോസ് എവൻഗേലിയോസ്യുടെ സുവിശേഷം 2-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വേദഭാഗത്തിൽ ഇത് പറയുന്നുണ്ട്. യഹൂദ വ്യാഖ്യാന മാതൃകകൾക്ക് മനുഷ്യമുഖം നൽകി വേദത്തെ യേശു പുനർവായിച്ചു. യേശുവിൻ്റെ വേദവായനയിൽ പ്രവാചക ശബ്ദം പ്രതിഫലിച്ചു. സാമൂഹികവും മാനുഷികവുമായ മുഖം യേശുവിൻ്റെ വചന ഭാഷ്യത്തിൽ തെളിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ പറയുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങൾ യേശു അവതരിപ്പിച്ചു. എമ്മാവൂസ് യാത്രയിൽ ഉയർത്തെഴുന്നേറ്റ യേശു വേദവചനം വ്യാഖ്യാനിക്കുന്നു. ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക എന്ന ചോദ്യവും ഉണ്ട്. അതിനാൽ ബൈബിൾ വ്യാഖ്യാനത്തിന് ബൈബിളിനോളം പഴക്കമുണ്ട്. ഇതിനായി വിവിധ വേദവ്യാഖ്യാന ശൈലികൾ വികസിതമായി എന്നും നമുക്ക് അറിയാം. സാഹിത്യത്തിൽ പ്രചരിച്ചിരുന്ന വ്യാഖ്യാന മാതൃകകൾ ആദ്യകാലത്തെ ബൈബിൾ വ്യാഖ്യാനത്തിനും ഉൾക്കൊണ്ടു. ഗ്രീക്ക് സാഹിത്യത്തിലെ ഹോമറിൻ്റെ ഇലിയാദിൻ്റെയും ഒഡീസിയുടെയും വ്യാഖ്യാന മാതൃകകൾ ബൈബിൾ വ്യാഖ്യാനത്തിലും സ്ഥിരീകരിച്ചു. പഴയ പുതിയ നിയമത്തിൻ്റെ ഹീബ്രു ഗ്രീക്ക് മൂലങ്ങൾ കേന്ദ്രീകരിച്ച് അലക്സാന്ദ്രിയയിൽ ഓറിഗന്റെ നേതൃത്വത്തിൽ ശക്തിപ്പെട്ട കാലാങ്കാര വ്യാഖ്യാന രീതികൾ
ചരിത്രാത്മക വ്യാഖ്യാനത്തിന് പ്രാധാന്യം നൽകി. താർസമൂസിലെ സിസോസിന്റെ നേതൃത്വത്തിലുള്ള അന്ത്യോക്യൻ സ്കൂളും ബൈബിൾ വ്യാഖ്യാനത്തിന്റെ പുത്തൻ കാഴ്ചപ്പാടുകൾ പകരുന്നുവെന്ന് നാം ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. വേദപാഠങ്ങളിൽ ആക്ഷരികാർത്ഥവും ഗൂഢാർത്ഥവുമുണ്ട്. വേദഭാഗങ്ങൾക്ക് ചരിത്രപരവും താത്വികവും വചനപരവും ദാർശനികതയുമായ വ്യാഖ്യാനങ്ങളുമുണ്ടെന്ന് അലക്സാന്ദ്രിയയിലെ ക്ലെമന്റിന്റെ പക്ഷം. ഓറിഗൻ വേദവായനയ്ക്ക് ആക്ഷരികവും ധാർമ്മികവും ആത്മീയവുമായ അർത്ഥം കൽപ്പിക്കുന്നു. ബൈബിൾ വ്യാഖ്യാനത്തിനും പഠനത്തിനും പ്രാചീനമായ ഹീബ്രു, അരമായ, ഗ്രീക്ക്, സുറിയാനി, ലാറ്റിൻ ഭാഷകൾ അനിവാര്യമാണെന്നുള്ള ഭാഷ്യം അവതരിപ്പിച്ചത് വിശുദ്ധ ജെറോം ആണ് എന്ന് നമുക്ക് ജെറോമിന്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ബൈബിൾ രചനകളുടെ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യവുമായി മധ്യശതകത്തിലും നവോത്ഥാന കാലഘട്ടത്തിലും വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ വളർന്നു. ബൈബിളിലെ കഥകൾ, ഗാനങ്ങൾ, വിലാപങ്ങൾ, നിയമങ്ങൾ, പ്രവചനങ്ങൾ, വിജ്ഞാനങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ ശാഖകളിലൂടെയുള്ള വ്യാഖ്യാന വിശകലനങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചുവെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രധാനമായും 5 വിഭാഗങ്ങളിലാണ് ഇപ്പോഴത്തെ വേദശാസ്ത്ര പ്രബോധനങ്ങളും വ്യാഖ്യാനങ്ങളും വഴി തെളിയുന്നത്. ഒന്നാമത്തത് പുതിയ പഴയ നിയമ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വേദപുസ്തക വിഭാഗം. രണ്ടാമത്തത് സാമൂഹിക വിശകലനം, എത്തിക്സ് എന്നിവ ഉൾക്കൊണ്ടിട്ടുള്ള വേദശാസ്ത്ര വിഭാഗം. മൂന്നാമത്തത് സമൂഹം, സംസ്കാരം, മതം എന്നിവ ചേർന്ന മത വിഭാഗം. നാലാമത്തത് സഭാചരിത്രവും മിഷനും ഉൾക്കൊള്ളുന്ന ചരിത്ര മിഷൻ ഭാഗം. അഞ്ചാമത്തത് കൗൺസിലിംഗ്, ക്രിസ്തീയ വിദ്യാഭ്യാസം, പ്രഭാഷണം, കമ്മ്യൂണിക്കേഷൻ എന്നിവ സമന്വയിപ്പിച്ചിട്ടുള്ള മിഷണറി വിഭാഗം. വിവിധ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന സമന്വയ വിഭാഗവും വിജ്ഞാന ശാഖാന്തര വിഭാഗവും വേദശാസ്ത്ര ബോധത്തിൽ പ്രാമുഖ്യം നേടുന്നു. ഇത്തരം സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തക, സഭാശാസ്ത്ര, സാമൂഹിക വിഷയങ്ങൾ വേദമുഖങ്ങളിൽ നാം അവതരിപ്പിക്കാൻ വേണ്ടി റെഡിയാകണം. ആഗോളവൽക്കരണവും മാധ്യമ സംസ്കാരവും നിർമ്മിത ബുദ്ധിയും സൃഷ്ടിക്കുന്ന സാമൂഹിക തലങ്ങളെ വേദ പശ്ചാത്തലത്തിൽ പുനർവായിക്കുവാനുള്ള കരുത്ത് വചന പ്രഘോഷണങ്ങൾക്കും നേതാക്കന്മാർക്കും ഉണ്ടാകണം. സഭയുടെയും സമൂഹത്തിന്റെയും സമകാലിക വ്യവസ്ഥിതികളും മാർഗങ്ങളും തിരിച്ചറിഞ്ഞ് ബൈബിൾ വായനകൾക്ക് പ്രസക്തമായ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തണം. വിശ്വാസ സമൂഹത്തിൽ വേദവായനയുടെ അക്കാദമിക്കായിട്ടുള്ള പരിചയവും നിർണയവും ബലപ്പെടുത്തേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ബഹുസ്വരതയുടെ പശ്ചാത്തലത്തിൽ വേദവ്യാഖ്യാന രീതിയിലെ വികല തന്ത്രങ്ങൾ പുനർവായിക്കപ്പെടണം. സത്യത്തിന്റെ തീർത്ഥാടനം വേദവായനകളിൽ ഫലപ്രദമായി ശക്തിപ്പെടണം. ബൈബിൾ വേണ്ടുന്ന പോലെ ആരും ഇന്ന് വായിക്കുന്നില്ല. ബൈബിൾ വായിക്കുന്ന ശീലവും രീതിയും എല്ലാവരും വളർത്തിയെടുക്കണം. ബൈബിൾ വായനയും വ്യാഖ്യാനവും പ്രബോധനവും സാമൂഹിക പശ്ചാത്തലത്തിൽ അസാധാരണമായി വിശകലനം ചെയ്യുവാനുള്ള ആർജവം പഠിതാക്കൾ കൃത്യമായി ആർജിക്കണം. ഇതിൽ ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമ്മൾ ദിവസവും വചനം വായിച്ച് ഗ്രഹിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതം, അതായത് ഈ ലോകത്തിലുള്ള ബാക്കി ജീവിതം സന്തോഷപ്രദമായി സമാധാനത്തോടുകൂടി കഴിക്കുവാൻ സാധിക്കും. ദൈവത്തിനോട് ആര് അടുത്ത് നിൽക്കുന്നുവോ അവനെ ദൈവം അനുഗ്രഹിക്കും, അവനെ സഹായിക്കും എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് ആരൊക്കെ അകന്നു പോകുന്നുവോ അവർക്ക് അവരുടെ അന്ത്യം നന്നായിരിക്കില്ല എന്ന് മാത്രമേ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ ദിവസവും വേദപാരായണം ചെയ്യുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുകയും അതും കുടുംബസമേതം ആണ് നടത്തുന്നതെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട്, അതിനായി ദൈവം നമ്മൾക്ക് നല്ലൊരു മനസ്സ് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.